ഹലോ ഫ്രണ്ട്സ്, ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ മൈ ലൈഫ്. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്. അലിക്കുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ വെള്ളം പിന്നെ കൃഷിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്നും പോയി നോക്കാം അലിക്കുട്ടി എവിടെയാണെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. അലിമോളെ, എന്താണ്ട് വിശേഷം? എന്താ പരിപാടി? ആണോ? ആഹാ, ഇതെന്തുവാ കരിയാപ്പോ? ആ ആ ഇതെന്തുവാ ഈ നിൽക്കുന്നേ? കാട്ടുതുളസി. അപ്പൊ വെള്ളം മാറി ഇങ്ങോട്ട് തെറിക്കുന്നു. നല്ല പ്രഷറിൽ വെള്ളം അലിക്കുട്ടി അടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കരിയാപ്പുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ വെള്ളം അടിക്കുന്നതാണ്. ഇന്ന് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എന്തോ വാഴ എവിടാ? അത് ഞാനല്ല, അത് നീയാ. ഇതെന്താണ് ഈ നിൽക്കുന്നേ? പീച്ചിങ്ങ കുറേ ഉണ്ട് കേട്ടോ. പീച്ചിങ്ങ കുറേ ഉണ്ട്. വാഴ ഇവിടെ നിൽപ്പുണ്ട്. തൈവാഴയുണ്ട്. ഇതിനെല്ലാം ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലിമോള്. ഇങ്ങനെ വലിയ പൈപ്പുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കല്ലേ, ക്യാമറയും പോകും, എല്ലാം പോകും. ഇവിടെ ഒരു ചെറിയ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം രാവിലെ. രണ്ട് ദിവസമായിട്ട് മഴയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കൊല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ അവിടെ ഒരെണ്ണം. അതൊന്നും വിരിഞ്ഞിട്ടുണ്ട്. മറ്റേത് ഏകദേശമായി കേട്ടോ. റോബസ്റ്റയാണ് നിൽക്കുന്നത്. മറ്റേതും റോബസ്റ്റ എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. അലിമോള് തീർത്ത് വെള്ളം ഒഴിക്കുക. അപ്പൊ അലിമോള് കണ്ട പമ്പരം പോലാണ് വെള്ളം ഇങ്ങനെ മുകളിലോട്ടടിക്കുന്നത്. അപ്പൊ അത് ഏതാ മഞ്ഞളോ? അതുകൊണ്ട് ഈ നിൽക്കുന്ന മഞ്ഞളാണ് കേട്ടോ. നമ്മുടെ കൃഷിയാണ്. രാവിലെ തന്നെ ഞങ്ങൾ കൃഷിയിൽ വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. എനിക്കുന്ന ഇന്നത്തെ മഞ്ഞളും ഉണ്ട്. അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ചെടി എന്ന് പറഞ്ഞേ? ബന്ദി. ഓണ സമയമൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ബന്ദിയൊക്കെ നട്ടിട്ടുണ്ട്. അതിനകത്ത് ബന്ദിയൊക്കെ നിൽപ്പുണ്ട്. ഇത് മഞ്ഞളാണ്. ഇത് ഫുള്ള് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ നിൽക്കുന്നുണ്ട്. വിളഞ്ഞില്ല. റോബസ്റ്റ ഇങ്ങനെ വിരിഞ്ഞെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിരിഞ്ഞില്ല സംഭവം. വിരിഞ്ഞ് വരാനുണ്ട്. അത് വിളഞ്ഞിട്ടില്ല. ഇപ്പോൾ അങ്ങോട്ട് വിരിഞ്ഞ് റെഡി ആയതേ ഉള്ളൂ. അതിൻ്റെ കൂമ്പൊടിച്ചു. വേറെണ്ണം കണ്ട് ഇവിടെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് റോബസ്റ്റയാണെന്നും പറഞ്ഞ് എന്താണെന്നൊരു പിടുത്തമില്ല. റോബസ്റ്റയാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് ഇത്ര ആയതേ ഉള്ളൂ. അതും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാവും നട്ടിട്ടുണ്ട് ഇവിടെ കേട്ടോ. ചെറുതാണ്. 3 വർഷത്തിൽ കായ്ക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ കൃഷിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വണ്ടിയും കൂടെ കഴുകാൻ പോവാം. അപ്പം അലിമോൾ എന്നും നമ്മുടെ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുന്ന കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ കൃഷിക്ക് വെള്ളം ഒഴിക്കാൻ വന്ന സമയത്ത് വണ്ടിയും കൂടെ കഴുകി റെഡിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി സമയം ഇപ്പോൾ ഏകദേശം 10 മണിയാകാറായി. ഇനിയും ഒരു കലം പഴങ്കഞ്ഞിയും കൂടെ ഞാൻ കുടിക്കും. പഴങ്കഞ്ഞിയും കൂടെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് അടുക്കള പണിയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഞാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് രാവിലത്തെ കൃഷിയിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചിന് പെരയുടെ മുകളിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുരയുടെ മുകളിലും ഉണ്ട്. കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അവിടെ പയറ്, മുളക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് പോയി കാണാം. ഓക്കെ, അത് രാവിലെ തന്നെ അച്ഛൻ വെള്ളം ഒഴിക്കും. നമ്മുടെ അലിക്കുട്ടിയുടെ അച്ഛൻ രാവിലെ തന്നെ പോയി വെള്ളമൊക്കെ ഒഴിച്ച് ക്ലിയറാണ്. അപ്പോൾ അവിടുത്തെ കൃഷി ഒന്ന് കാണാം. അലിമോളെ, എന്താണ് ഇനി വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞല്ലേ? ഇനി എന്താണ് പരിപാടി? ഇനി തേങ്ങ നമുക്ക് പൊതിക്കാനുണ്ട്, ഉണക്കാൻ വേണ്ടി. ഉണക്കത്തേങ്ങയൊക്കെ രാവിലെ നമ്മുടെ ഓണത്തിന് വേണ്ടിയൊക്കെ ഉള്ളതാ. അപ്പൊ ഉണക്കത്തേങ്ങ ഞങ്ങൾ കഴിഞ്ഞെങ്കിലും ഓണത്തിന് മുമ്പ് തന്നെ നമ്മളിത് പൊതിച്ചിട്ട് നമ്മള് കൊപ്രയാണ് ഇത് കണ്ടുകൂട്ടാര്. നമ്മളെല്ലാം കുപ്പിക്കകത്ത നട്ടേക്കുന്നുണ്ടോ? ഈ സാധനം എല്ലാം മുളകെല്ലാം കുപ്പിക്കകത്താണ് നമ്മളതിന് കുപ്പിക്കകത്ത് മണ്ണൊക്കെ നിറച്ച് അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ട്. അവിടെ പെപ്സിയുടെ നമ്മുടെ മിനറൽ വാട്ടറിന്റെ കുപ്പിയൊക്കെ. ആരും വേസ്റ്റ് ചെയ്ത് കളയരുത്, കത്തിച്ച് കളയരുത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടാം. ഞങ്ങൾ വീടിന്റെ മുകളിലോട്ട് പോകാം കേട്ടോ. അവിടെ അല്ല അതിനൊന്നുണ്ട്. വാ, വേറെ എന്താണ്? അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പുളിയുണ്ടോ? ഇവിടെ എല്ലാം കുറച്ച് പുളിയൊക്കെ കിടപ്പുണ്ട്. രാവിലെ അലിമോടെ ജോലിയൊക്കെ, രാവിലെ പുളിയൊക്കെ പറക്കുക, വെള്ളമൊക്കെ ഒഴിക്കുക, ഇതൊക്കെയാണ് അലിമോടെ രാവിലത്തെ പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ജോലിക്ക് ഞാൻ പോകാത്തത് കൊണ്ട് രാവിലെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. മഞ്ഞളുണ്ടോ? ഇവിടെ എല്ലാം ഞങ്ങൾക്ക് മഞ്ഞൾ ഒരുപാട് നട്ടിട്ടുണ്ട്.
അപ്പോൾ പുളിയൊക്കെ പറക്കി അലിമുളണ്ട് പുളിയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുളിമരം കേട്ടോ. ഇതിൽ അത്യാവശ്യം ഞങ്ങൾക്ക് പുളിയൊക്കെ കിട്ടാം. ചൂട് ഇപ്രാവശ്യം ചൂടൊക്കെ ആയതുകൊണ്ട് കുറവായിരുന്നു കേട്ടോ. അപ്പൊ വീടിന്റെ മുകളിലോട്ട് പോയിട്ട് നോക്കട്ടെ. ഇനി അവിടെയും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് മാത്രമല്ല, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നിൽപ്പുണ്ടല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ വീടിന് മുകളിലോട്ട് കയറട്ടെ. ഇരുമ്പിന്റെ സ്റ്റെപ്പാണ്. പണ്ടൊക്കെ പിന്നെ സിമെന്റിൽ തന്നെ സ്റ്റെപ്പാണ് പറയുക. കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളി സ്റ്റെപ്പാണ് കേട്ടോ. മറ്റേ റേറ്റൊന്നും ആയിട്ടില്ല, എങ്കിലും നല്ല രീതിയിലാണ് പണിയിരിക്കുന്നത്. അതെ, ഇതിന് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് 18-20 സ്റ്റെപ്പോളം അടിപൊളിയായിട്ടാണ് പണിയത്. അപ്പോൾ നമ്മുടെ നാളെ കണ്ടോ പീച്ചിങ് കണ്ട് ഇവിടെ വരെ നന്നായിട്ട് കളിച്ചിട്ട് ഇങ്ങോട്ട് ഒരു മാതിരി ശോകമായിട്ടാ പോയേക്കുന്നത്. അതെന്താണെന്നറിയോ? അത് നമ്മൾ മരുന്നടിക്കാത്തതുകൊണ്ട്. ഈ മോളി നോക്കുന്നില്ലല്ലോ, കുരുടടിച്ച് പോലുണ്ട് കേട്ടോ. മരുന്നെന്ന് പറയാനെ കൊണ്ട് അങ്ങനെ നമ്മൾ എന്താ വെളിയിൽ നിന്ന് മേടിച്ചൊന്നും വരുന്നുണ്ട്. ഈ പൊയിലയുണ്ടല്ലോ, പൊയിലയിൽ വെള്ളം നോക്കിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് പരിഹാരം പറഞ്ഞുതരാൻ പറ്റുമോ ഇതിന്റെ ഇല മുരടിക്കുന്നതിന്? അതെ, ഇതിന്റെ ഇല മുരടിച്ച് പോകുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. പക്ഷെ ഞങ്ങള് പൊയില വെള്ളമൊക്കെ അടിച്ചു നോക്കി, പക്ഷെ ഞങ്ങൾ ചാരം വരെ ഇട്ട് നോക്കി. അതെ, അങ്ങനെ ഇതുപോലെ ഈ കൃഷികൾ ഞങ്ങളോട്. ഇത് മുളകാണ് കേട്ടോ. അതുപോലെ തക്കാളി ഉണ്ട്, നിൽക്കുന്ന തക്കാളിയാണ് 2-3 അടുത്തുണ്ട്. പിന്നെ പയർ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീട്ടില് നിങ്ങൾക്കും വീടിന് മുകളില് ഇങ്ങനെ കവറിനകത്ത് അല്ലെ ചാക്കിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അതുകൊണ്ട് ഫ്രഷായ പയറായെന്നെങ്കിലും പാവലാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഫ്രഷൊക്കെയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴും മുകളിൽ ശ്രദ്ധിക്കണം, വെള്ളം കെട്ടിക്കാനോ പാടില്ല. നമ്മൾ വാർപ്പിന് തന്നെ അത് ദോഷമായി മാറും. ഇത് കണ്ടോ വാളരിപ്പയറുണ്ടേ ഉണ്ടായിട്ടുണ്ട്. പയറ് ഉണ്ടായി. ഇതൊക്കെ ഫ്രഷ് സാധനമാണ് കേട്ടോ. ഉണ്ടായി വരുന്നുണ്ട്. എല്ലാം പൂവൊക്കെ ആയി ഇങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം കോവലായിരുന്നു. ഈ പ്രാവശ്യം നമ്മള് വളരിപ്പയറ്. പിന്നെ പയറ് നട്ടിട്ടുണ്ട്, അത് റെഡി ആയി വരുന്നില്ല. മഴയൊക്കെ അല്ലായിരുന്നു, ചൂട് സമയത്ത് ആയത് കൂടുതലുണ്ടോ അതല്ലേ. പടവലങ്ങ പിന്നെ ഇവിടെ ഒരു വാഴ നിൽപ്പുണ്ടായിരുന്നു. ഇതിനേക്കാളും മുകളിലോട്ട് കിളിച്ച് എവിടെ പോവാന്ന് വലിയൊരു വാഴയാണ്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വാഴ കാണാൻ. ഇതിന്റെ ഒരു കായ ഒരു പ്രത്യേകത, ചെറിയ കായാണ്. ഇപ്രാവശ്യം പുളി കുറവാണ്. ഇതാണ് ഞങ്ങളുടെ പുളി മരം കേട്ടോ. വീടിന് മുകളിൽ നിന്നാ ഞങ്ങൾക്ക് പുളിയൊക്കെ പറിക്കാം. അങ്ങനെയൊക്കെ നിപ്പുണ്ട്. ഈ പ്രാവശ്യം കുറവാ. അപ്പൊ പഴങ്കഞ്ഞി ഇനിയും പോയി എടുക്കുക അലിമോളെ. നമുക്കിനി പഴങ്കഞ്ഞി കുടിക്കാം. അപ്പൊ ഞങ്ങൾ ഇനിയും പഴങ്കഞ്ഞി കുടിക്കാൻ പോകണം. പല്ലൊക്കെ തേച്ചിട്ടൊക്കെ നിൽക്കുക. അപ്പം രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞങ്ങൾ എടുത്തു. ഇനിയിപ്പോൾ പഴങ്കഞ്ഞിയും കൂടെ കുടിക്കണം. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം എടുക്കണം, ഭക്ഷണം കഴിക്കണം. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. എന്താണ് അലിമോളെ ഇന്നത്തെ സ്പെഷ്യൽ കറി? എന്താണ്? അങ്ങനൊന്നും ഇല്ല, നോക്കി കിട്ടുന്ന അനുസരിച്ച് വെക്കാം. സാമ്പാറുണ്ടോ? അവിയല്? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് കറി ഇന്ന് ഉണ്ടാവുമായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ പോകാം. നമുക്ക് പുഴു കുറച്ച് കിട്ടും. നമുക്കിത് പൊട്ടിച്ചൊന്ന് കമത്തി വെക്കാം. ഫ്രണ്ട്സ്, ഇതുപോലെ പൊളിച്ച് നമ്മൾ വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഇതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇതിപ്പോ കുറച്ച് നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനല്ല, നമുക്ക് ഇന്ന് കിട്ടിയ പുളിയാണ് ഇത് കേട്ടോ. അങ്ങനെ ഡെയിലി ഇങ്ങനെ കുറച്ച് കിട്ടാറുണ്ട്. ഇങ്ങനെ കുറെ പീസുകൾ കിട്ടും. ഇതുപോലെ വെള്ളത്തിലിട്ട് പൊളിച്ച് കഴുകി കമത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് പുകത്ത് വെച്ച് പുക കൊള്ളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം മഞ്ഞളാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോകില്ലേ? പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്ന ഫ്രഷ് കുറച്ച് കാന്താരി പറിക്കാം എന്ന് കരുതി. അപ്പം ഞാൻ എപ്പോഴും രാവിലെ കഴിക്കാൻ പോകുമ്പോൾ പഴങ്കഞ്ഞി വീട്ടിലിരിക്കുന്ന സമയത്ത് കൂടുതലും പഴങ്കഞ്ഞി എടുക്കുന്നത്. ഇത് കാന്താരിയാണ്, കാന്താരി. അപ്പോൾ ഇതിന്ന് ഫ്രഷ് കാന്താരി ഒരു 4-5 കാന്താരി വേണ്ട. കാന്താരി നമ്മൾ പിന്നെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രഷറിനെയൊക്കെ കുറയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്, കാന്താരി കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരുപാട് കഴിക്കുകയും ചെയ്യരുത്. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴൊക്കെ ഒരു 2-3-4 കഴിക്കുന്നത് നല്ലതാണ്. ഇന്ന് സ്ഥിരമാക്കരുത്. സ്ഥിരമായി കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2-3 കാന്താരിയൊക്കെ പറിച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞു, സെറ്റായി.
ഇനിയും പഴങ്കഞ്ഞി കൂടെ കുടിക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടിട്ടുണ്ട് അത് പൊതിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ കുറച്ച് തേങ്ങയും കൂടെ 50 തേങ്ങയും കൂടെ മേടിച്ച് അതെടുക്കാൻ പോകണം. അപ്പോൾ പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോയി എടുക്കാൻ ചെല്ലിയാണ്. അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ പഴങ്കഞ്ഞി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് കാന്താരി ഇരിപ്പുണ്ട്. അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയാണ്. അപ്പോൾ ഉപ്പിട്ടു. ഇനി എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഉണക്കമീൻ അവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻകറിയുണ്ട്, എല്ലാം കൂടെ ഒഴിച്ച് തൈരുണ്ട്. നല്ല ഫ്രഷ് കട്ട തൈര് അതും അങ്ങോട്ട് ഒഴിക്കുക. ആഹാ, അടിപൊളി. മതി. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ റെഡിയായി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണക്കമീൻ വറുത്തതും അച്ചാറും കാന്താരിമുളകും എല്ലാം കൂടെ ഇളക്കിയിട്ട് നമ്മുടെ തൈരും കൂടെ കൂട്ടി ഇളക്കി അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ കൊണ്ടുവന്നു വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ എല്ലാം എടുത്ത് പൊടിച്ച് കൊപ്രയാക്കി നമുക്ക് ഉണക്കണം. അലിയേ, എന്താണെന്ന് ഉച്ചക്ക് എന്താണ് പരിപാടി? എന്താ മീനാ ഇത്? ഓ, വാള അല്ലേ? ആഹാ, അടിപൊളിയാണ്. ഫ്രഷ് ആണല്ലോ. അതെ, നമുക്ക് ഇതെല്ലാം കളഞ്ഞ് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യണം. എന്റെ ചുണ്ണാമ്പ് കളയാൻ നേരത്തെ ട്രിക്ക് ഞാൻ പറഞ്ഞു. സ്ക്രബർ വെച്ച് ശ്രദ്ധിക്കണം. വേറെ കാര്യമുണ്ട്, അതിന്റെ ഇതൊക്കെ ഇതില് പിടിക്കാൻ അതൊന്നും പറ്റത്തില്ല. വേറെ കണ്ണനയിലുണ്ട് അല്ലേ? കണ്ണനയിലുണ്ട്. പിന്നെന്തുള്ള വാളയുണ്ട് അല്ലേ? വാള ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരിമോള്. ഉച്ചക്കത്തെ ഫുഡിന് തട്ടിക്കൂട്ട് കറിയല്ലായിരുന്നു കേട്ടോ. വാള വറുത്തത്, പിന്നെ കണ്ണനയില എടുത്ത് നമ്മൾ കറിയും വെക്കുന്നുണ്ട് അല്ലേ? വാള അടിപൊളിയായിട്ട് വെട്ടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലിക്കുട്ടി ഇതെല്ലാം വെട്ടി റെഡിയാക്കട്ടെ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിനുള്ളതാണ്. അതെ, ശരിയല്ലേ? ഓക്കെ. അലി നോക്കട്ടെ. അതന്നെ കണ്ട, അത് കൊള്ളാമല്ലോ സംഭവം. നോക്കട്ടെ. ചുണ്ണാമ്പൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആ സ്ക്രബർ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ഇത് ഇരുമ്പല്ലേ സാധനം അതിൽ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ, ആ സംഭവങ്ങളൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്കിലും ഉരയ്ക്കുമ്പം സൂക്ഷിക്കണം. അപ്പോൾ അത് ഉരച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുണ്ണാമ്പെല്ലാം പോയി സെറ്റായിട്ടുണ്ട്. അലി കട്ട് ചെയ്ത് അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഉച്ചക്കത്തെ ഫുഡിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഒഴിച്ചേറി റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. അതെ, ഒഴിച്ചേറി ഉണ്ട്. നമ്മുടെ നെല്ലിക്ക ഇവിടെ ഇരുന്ന 2 നെല്ലിക്ക കളയാൻ്റെ അടുത്തുകൊണ്ട് അച്ചാറിട്ട്, പിന്നെ അവിടെ പ്ലാസ്റ്റിക് മീൻ കറി, പിന്നെ ഫണ്ടാസ്റ്റിക് മീൻ വറുത്തത്. ഇത്രയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ്
കഴിക്കുവാണ്. വാളമീൻ വറുത്തത്, അതുപോലെ മീൻകറി, അച്ചാറ്, പിന്നെ പച്ചക്കറി. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ആയിട്ടുണ്ട്. വലിയ കറിയൊന്നുമില്ല, ചെറിയ ചെറിയ കറികളൊക്കെയാണ്. അത് മതി. ഡയറ്റിങ്ങിലാണ്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അന്നം വെക്കുന്നുണ്ട്, വയറ് ചാടുന്നുണ്ട്. കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ. ഞാൻ കഴിച്ചു കഴിഞ്ഞു പിന്നെ അലി എല്ലാവരും ഒക്കെ കഴിക്കും. ഓക്കെ. ഹായ് ഗൈസ്. അപ്പം നമ്മൾ അലിക്കുട്ടി ഉണ്ടാക്കിയ ചെറിയൊരു ഉണ്ണിയപ്പം കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ആ തട്ടമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സ്പൂണിനകത്ത് കോരി ഒഴിച്ചങ്ങനെ ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് അലിക്കുട്ടി ഉണ്ടാക്കിയത്? റാഗിപ്പൊടി വെച്ചുണ്ടാക്കിയതാ. റാഗിപ്പൊടി വെച്ചുണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. ഇതിന്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും ഡേ മൈ ലൈഫിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും